സിയാനയ്ക്കു വേണ്ടി ഈരാറ്റുപേട്ട ഉണർന്നു. മണിക്കൂറുകൾക്കുള്ളിൽ സമാഹരിച്ചത് 12 ലക്ഷം രൂപ. ഈരാറ്റുപേട്ട നഗരസഭയിൽ വഞ്ചാങ്കൽ ഭാഗത്ത് താമസിക്കുന്ന 2 വൃക്കകളും തകരാറിലായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസ് ചെയ്തുവരുന്ന 37കാരിയും 3 കുട്ടികളുടെ മാതാവുമായ സിയാന എന്ന യുവതിയുടെ ചികിത്സയ്ക്കാവശ്യമായ 30 ലക്ഷം രൂപയുടെ സമാഹരണത്തിന്റെ ഭാഗമായാണ് സംയുക്ത മഹല്ല് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ധനശേഖരണം ആരംഭിച്ചത്. വെള്ളിയാഴ്ച ദിവസമായ ഇന്നലെ ഈരാറ്റുപേട്ടിൽ മണിക്കൂറുകൾക്കുള്ളിൽ 12 ലക്ഷത്തോളം രൂപ സമാഹരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ഈരാറ്റുപേട്ട മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ ആളുകളും പൊതുപ്രവർത്തകരും കക്ഷിഭേദമന്യേ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയാണ് ഈ തുക സമാഹരിച്ചത്. വിവിധ മേഖലകളിൽ സ്വരൂപിച്ച പണം മഹൽ കോർഡിനേഷൻ നേതൃത്വത്തിന് കൈമാറി. ഇമാമുമാരായ മുഹമ്മദ് നദീർ മൗലവി, സുബൈർ മൗലവി, അഷ്റഫ് മൗലവി, മഹല് പ്രസിഡന്റുമാരായ KM മുഹമ്മദ് സക്കീർ, സാലി നടുവിലടത്ത്, OA ഹാരിസ്, BK കബീർ, മോനി വെള്ളൂപ്പറമ്പിൽ, അഡ്വക്കേറ്റ് സലീം, അബ്സാർ മുരുക്കോലിൽ, നിജാസ് വലിയ വീട്ടിൽ, പരിക്കൊച്ച്, ഷനീർ മഠത്തിൽ, സഹിൽ സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വലിയ പിന്തുണയാണ് ഫണ്ട് സമാഹരണത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി, മേലൊടുക്കം കാഞ്ഞിരപ്പള്ളി റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന അൽ അമീൻ ഗ്രൂപ്പിന്റെ 2 ബസ്സുകളിലെ ഇന്നലത്തെ കളക്ഷൻ ചികിത്സാനിധിയിലേക്ക് കൈമാറി. പാല ഈരാറ്റുപേട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന ക്യാപിറ്റൽ ബസിന്റെ ഇന്നത്തെ കളക്ഷൻ ചികിത്സാ ഫണ്ടിലേക്ക് കൈമാറുമെന്ന് ഉടമകൾ അറിയിച്ചിട്ടുണ്ട്.